ബിജെപിയുടെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധം നടക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അവിടേക്ക് നമ്മളുടെ റിപ്പോർട്ടറും ക്യാമറമാനും എത്തുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നു. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. ഇവിടെ പാവപ്പെട്ടവരുടെ ജീവൻ എടുത്തത് നഗ്നമായ നിയമലംഘനം കൊണ്ടാണ്. മേയറാണ് ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിലുള്ള സകല നിയമവിരുദ്ധമായി നിർമ്മിച്ച കെട്ടിടങ്ങൾക്കും പ്രത്യേക യോഗം ചേർന്നിട്ട് ഇവർ അനുവാദം കൊടുത്തിട്ടുണ്ട്. വലിയ പ്രതിഷേധത്തിന് കാരണം അവർ മറുപടി വരട്ടെ, ഞങ്ങൾ അവരോടാണ് യോജിക്കുന്നത്. കാരണം ബിനിയോട്, കോഴിക്കോട് മേയർ അന്ന് ബിനിയായിരുന്നു, ബിനിയോട് മേയറോട് ഞങ്ങൾ ചോദിച്ചിരുന്നു. നിങ്ങൾ അറിയണം, ഒരു ഹൈക്കോടതി വിധി നിയമവിരുദ്ധമായ കെട്ടിടം എന്ന് പറഞ്ഞൊരു കെട്ടിടത്തിന് കോർപ്പറേഷന്റെ ഓഫീസ് ടൈം കഴിഞ്ഞപ്പോ 5:30 മണിക്ക് പ്രത്യേക യോഗം വിളിച്ചിട്ട് അവിടെ പരിപാടി നടത്താൻ അനുവാദം കൊടുത്തു. അപ്പൊ ഞങ്ങൾ യോജിക്കുന്നത്, ഒരു സാധാരണക്കാരൻ ഒരു കെട്ടിടം പണിതാൽ ഒരു 10 സെന്റിമീറ്റർ പുറത്തോട്ട് വന്നാൽ ഇവർ അനുവാദം കൊടുക്കുവോ? ഇവിടെ 2 മാസം മുമ്പ് കമ്പി പുറത്തായിട്ടുള്ള കോൺക്രീറ്റ് പാളികൾ തകർന്നു വീഴാറായിട്ടുള്ള കെട്ടിടത്തിന് ഇവിടെ 2 മാസം മുമ്പ് അനുമതി കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥ ലോബിയുണ്ട്. കോർപ്പറേഷനുള്ളിലെ ചില ഉദ്യോഗസ്ഥർ ഈ കോർപ്പറേഷന്റെ ഭരണാധികാരികളുടെ കമ്മീഷൻ പറ്റുന്നവരാണ്. അവരാണ് ഇവരുടെ ഏജന്റ്, ബിനാമികൾ. ഇങ്ങനെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരുപാട് കെട്ടിടങ്ങൾ, നിങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിൽ വന്ന് ഞങ്ങൾ കാണിക്കാം, അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കുന്നില്ല. അതുകൊണ്ട് മേയർ സദാശിവനെതിരെ, ഇവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കട്ടെ. ഞങ്ങൾ അങ്ങോട്ടാ പോകുന്നത്. ഇവിടെ നിന്നിട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ്. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നൊരു മുന്നറിയിപ്പ് കൂടി പ്രകാശ് ബാബു നൽകുന്നുണ്ട്. എന്തായാലും വലിയ അനാസ്ഥയാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നതാണ്. സമാനമായ സംഭവങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബിജെപി ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. വലിയ അനാസ്ഥ ഉണ്ടായിരിക്കുന്നു. ഇത് ഒരു തുടർക്കഥയാണ്. അവിടെ പല സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അത്തരം ഒരു ആരോപണം ബിജെപി ഉന്നയിക്കുന്നത്. നമ്മൾ സ്ക്രീനിൽ ഒരു ഭാഗത്ത് കാണുന്നത് ഈ അപകടമുണ്ടാകുന്ന സമയത്തെ CCTV ദൃശ്യങ്ങളാണ്. ആ കെട്ടിടത്തിന് സമീപത്തുള്ള CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ അപകടമുണ്ടായതറിഞ്ഞ ആളുകൾ അവിടേക്ക് ഓടിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കതിൽ കാണാം. എന്തായാലും വലിയൊരു അപകടമുണ്ടായിരിക്കുന്നു. 3 തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് തടയാൻ പറ്റുന്ന ഒരു അപകടമായിരുന്നു, അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അപകടമായിരുന്നു. ഇതിപ്പോൾ വരുത്തി വെച്ചതാണ് എന്നതാണ് ഉയരുന്ന ആരോപണം. 3 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് 3 കയറ്റിറക്ക് തൊഴിലാളികളാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ജബ്ബാർ, അഷ്റഫ്, ബഷീർ എന്നിങ്ങനെ 3 തൊഴിലാളികളാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. പരിക്കേറ്റവർ, അവരുടെ നില സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ഗുരുതരമായ പരിക്കുകളോടെയാണ് അവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 4 തൊഴിലാളികൾ പരിക്കേറ്റ് ചികിത്സയിലാണ് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 2 വർഷം മുൻപ് പൊളിച്ചു നീക്കണം എന്ന് കോർപ്പറേഷൻ നിർദ്ദേശിച്ച കെട്ടിടമാണ്. പക്ഷേ പിന്നീട് വീണ്ടും അനുമതി വാങ്ങി അവിടെ ഒരു സ്ഥാപനം പ്രവർത്തിച്ചു വരികയായിരുന്നു. അരിപ്പൊടിയുടെ ഒക്കെ ഗോഡൌൺ ആയിട്ടാണ് ആ കെട്ടിടം ഇപ്പോൾ ഉപയോഗിച്ച് വന്നിരിക്കുന്നത്. ആ കെട്ടിടത്തിന് മുൻവശത്ത് സൺഷെയ്ഡിന് താഴെ ഇരുന്ന് വിശ്രമിച്ച തൊഴിലാളികളാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അവിടെ ഒന്ന് ഗോഡൌൺ ആയിട്ട് പ്രവർത്തിക്കുന്ന ഇടമാണ്, തിരക്കുണ്ടാകുന്ന സ്ഥലമായി അല്ല. മറ്റൊന്ന് വെയിൽ കൊള്ളാതെ ഇരിക്കാൻ പറ്റുന്ന ഇടം എന്ന നിലയിലാണ് തൊഴിലാളികൾ അവിടെ വിശ്രമത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവിടെ സ്ഥിരമായി ഒരുപാട് തൊഴിലാളികൾ ഉണ്ടാകാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആളുകളുടെ എണ്ണം കുറവായിരുന്നു. ഒരുപക്ഷെ ഉച്ചയ്ക്ക് 1 മണി മുതലൊക്കെയുള്ള സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നതെങ്കിൽ കൂടുതൽ തൊഴിലാളികൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്തായാലും തൊഴിലാളികളുടെ എണ്ണം കുറവായിരുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. എന്നിട്ടും 3 പേരുടെ മരണത്തിന് ഇട നൽകിയിരിക്കുകയാണ്. പരിക്കേറ്റവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വലിയ ദാരുണമായ സംഭവമാണ്. അത് വരുത്തിവെച്ച വിന എന്നതാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്. രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ബിജെപിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചാണ് നമ്മൾ കാണുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ബിജെപി ഉയർത്തുകയാണ്.
കോഴിക്കോട് വലിയങ്ങാടിയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. പഴയ കെട്ടിടത്തിന്റെ സ്ലാബ് ഇടിഞ്ഞു വീണാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. 2024 തന്നെ പൊളിച്ച് നീക്കണം എന്ന് നിർദ്ദേശിച്ച കെട്ടിടത്തിലാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. ഇത് ഏതാണ്ട് 70 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടമെന്നാണ് പറയുന്നത്. അതിന്റെ സ്ലാബ് വലിയ കോൺക്രീറ്റ് പാളികളാണ്. ആ പാളികൾ വീണ് അവിടെ വഴിയരികിലുണ്ടായിരുന്ന ബൈക്കുകൾക്ക് മുകളിലേക്കുമൊക്കെ വീണുണ്ടായിട്ടുള്ള അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും 3 തൊഴിലാളികളുടെ മരണം സംഭവിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയാണ്. ഈ പൊളിച്ചു നീക്കണമെന്ന് നിർദ്ദേശിച്ച കെട്ടിടം എങ്ങനെ അവിടെ പ്രവർത്തിക്കുന്നു, അത് ഒരു ഭീഷണിയായി എങ്ങനെ അവിടെ നിലനിൽക്കുന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം. കോർപ്പറേഷന് നേരെയാണ് ഈ ആരോപണങ്ങളൊക്കെയും വരുന്നത്. അതായത് അതേസമയം പുതിയ ഭരണസമിതിയാണ്. എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വ്യക്തത തേടിയിട്ട് കൂടുതൽ പ്രതികരണം നടത്താം എന്നതാണ് മേയറും ഇപ്പോൾ കൗൺസിലറും ഒക്കെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടി ഉയരുന്നു. വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥയാണ് ഈ അപകടത്തിലേക്ക് ഇപ്പോൾ വഴിവെച്ചത്. എല്ലാവരും ഉണ്ടായിരുന്നു ഒന്ന്. ലോറി ഡ്രൈവറും കൂടെ പണിയെടുക്കുന്ന ജോലിക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിന് സൗണ്ട് കേട്ടിട്ട് ഓടിപ്പോയ ആൾക്കാരുണ്ട്, രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. രക്ഷപ്പെട്ട ആൾക്കാർ അവിടെ പോയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത്. അവരറിഞ്ഞ് ഇങ്ങനെ ബിൽഡിംഗ് വീണിക്കണ്, അവിടെ കുറെ ആൾക്കാർ 5-8 ആൾക്കാരുണ്ട്. അപ്പൊ അറിഞ്ഞ ആൾക്കാരെ പേരൊക്കെ പറഞ്ഞെന്ന് അങ്ങനെയാണ് ഇവിടെ എല്ലാവരും ഓടിയതുണ്ട്. പൊളിച്ചു മാറേണ്ട അവസ്ഥയിലുള്ളതാണ്. ഒന്നാമത് തൊഴിലാളികൾ ഇവിടെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ്. ഈ സൺസൈഡിൽ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ്. അതാണ് മെയിൻ പ്രശ്നം. ഞാൻ ജോലിക്ക് തണലത്ത് അവിടെ വന്ന് ഇരിക്കാറുണ്ട്. അവിടെ അങ്ങനെ ഇരിക്കാറുണ്ട്. തൊഴിലാളികള് സാധാരണ ഇവിടെ ജോലി കഴിഞ്ഞാലും ഉള്ള സമയത്തൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്ന തൊഴിലാളികളാ. 6 തൊഴിലാളികൾക്കാണ് പരിക്ക് വെച്ചിട്ടുള്ളത് ഹോസ്പിറ്റലിലേക്ക്. 6 ആൾക്ക്. ഒരാളുടെ നല്ല ഗുരുതരമാണ്. അപ്പൊ അതില് നേരത്തെ ഇത് പൊളിക്കാനും ഒക്കെ ഓർഡർ ആയിട്ടുള്ളതാണ്. പക്ഷെ അത് ഇതിന്റെ വേണ്ടത്ര രീതിയിൽ ഈ പറയുന്ന ആളുകൾ കേസിന് പോയിട്ടും അല്ലാതെയും ഒക്കെ നേരം വഴി ഡിലേ ആയതാണ് ഇപ്പൊ ഈ ദുരന്തത്തിന്റെ കാരണം. ഇത് കോർപ്പറേഷന്റെ ഉടമസ്ഥലുള്ള കെട്ടിടമാണല്ലേ? ഇത് കോർപ്പറേഷൻ നേരത്തെ പിന്നെ ഒഴിയാൻ വേണ്ടിയിട്ടൊക്കെ ഇത് കൊടുത്തതാണ്. കഴിഞ്ഞ രണ്ട് കൊല്ലം മുമ്പ് അൺഫിറ്റായിട്ട് പൊളിക്കാൻ വേണ്ടി വെച്ച ബിൽഡിംഗ് എന്ത് കാരണം കൊണ്ടാണ് ഇത് പൊളിക്കാത്തതെന്ന് വ്യക്തമായി അറിയില്ല. ഇത് കോർപ്പറേഷന്റെ ഏറ്റവും വലിയ അനാസ്ഥയാണ് ഇവിടെ നിന്ന് സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും 2 കൊല്ലം മുമ്പ് എടുത്ത തീരുമാനം, ആ തീരുമാനം എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല, വീണ്ടും എങ്ങനെ ഇവർക്ക് ലൈസൻസ് പുതുക്കി കൊടുത്ത് എന്നൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ട ഒരു സംഭവമാണ്. ഒരുപാട് ആളുകളൊക്കെ എത്തുന്ന ഒരു ഇടമാണല്ലേ വലിയങ്ങാടി? ഏറ്റവും തിരക്കുള്ള ഏരിയ എന്ന നിലയിൽ തന്നെയാണ് ഈ ബിൽഡിംഗ് പൊളിക്കാനും വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അൺഫിറ്റായ ബിൽഡിംഗാണ്. ഒരു കാരണവശാലും ഇനി ലൈസൻസ് പുതുക്കി കൊടുക്കാൻ പാടില്ല. ഇത് ഏറ്റവും വലിയ കോർപ്പറേഷനിൽ നിന്നുള്ള ഏറ്റവും വലിയ അനാസ്ഥയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സ്വാഭാവികം ഇത് വരുത്തി വെച്ചൊരു വിനയാണ്, യാതൊരു സംശയമില്ല. ആ കാണുന്ന പുതിയ ബോർഡാണ്. എന്തിനാണ് ആ ലൈസൻസ് പുതുക്കി കൊടുത്തതെന്നുള്ളത് അന്വേഷിക്കണം. ഇതാർക്ക് വേണ്ടി ആരുടെ നിർദ്ദേശത്തിലാണ് ആ പുതിയ ബോർഡ് അവിടെ വെച്ച് ഈ പൊളിക്കാനായ അൺഫിറ്റ് ബിൽഡിങ്ങിന്റെ അകത്ത് ഇതുപോലെ സമാനമായ രീതിയിൽ ഇനിയും 4 ബിൽഡിങ്ങുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് കൊണ്ടേ കാണിച്ചു തരാം. അവിടങ്ങളിലൊക്കെ അൺഫിറ്റ് ആക്കിയിട്ട് പോലും അവിടെ എന്താക്കുകയാണ്, ഇപ്പോഴും കടകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വരുത്തി വെച്ച വിനയാണ്. അത് കോർപ്പറേഷന്റെ അനാസ്ഥ തന്നെയാണ്, യാതൊരു സംശയമില്ല. സിമെന്റ് വാങ്ങി തേച്ച് വിടാന്നല്ലാതെ ബിൽഡിങ്ങിന്റെ കാലം ഇത് പയക്കം ചെന്നുപോയി. 70 വർഷം കഴിഞ്ഞ ബിൽഡിംഗ് ഒക്കെ തന്നെ നിലനിർത്താൻ പാടില്ല, പൊളിച്ചു മാറ്റണം. ഇത് പുതുക്കി പെയിന്റ് അടിച്ചിട്ട് പുതിയ ഷോപ്പിന് കൊടുക്കാൻ അതൊന്നും ശരിയായ രീതിയല്ല. ഇപ്പൊ 5 പേര് ഇരിക്കുന്നത് 5 പേരല്ല ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവാറ്. സാധാരണ 10, 25, 30 പേര് ഈ റംസാനായിട്ട് നോമ്പിന് കിറ്റ് വാങ്ങാനും കിറ്റ് പാക്കറ്റ് ആക്കാനും ഒക്കെ ഇവിടെ നിൽക്കുന്ന. പിന്നെ ഒരുപാട് വണ്ടികൾ ഇതിന്റെ അകത്ത് പാർക്ക് ചെയ്യുന്നുണ്ട്. വണ്ടികൾ അപ്പൊ അങ്ങനെ ഒരു വണ്ടിക്കാരനാണ് ഈ ആളാണ് സെമീന മോള്. ഒരു ബഷീർ എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ഇതിൽ പെട്ടുപോയത്. ഒരാള് അവർ ജോലിക്കാരാണ്, 2 പേരാണ് ഇതിൽ പെട്ടുപോയത്. പിന്നെ എക്സ്ട്രാ 2 ഇവിടുത്തെ ജീവനക്കാരും. ഇപ്പൊ ഈ ലോഡ് കയറ്റുന്ന ജബ്ബാർ എന്ന് പറഞ്ഞാൽ ഈ ഗാമ ഷോപ്പിന്റെ കമ്മാലിയ മൂപ്പനാണ്. അതാണ് മൂപ്പനാണ് ഇതിൽ പെട്ടുപോയിട്ട് ഇപ്പൊ അവസ്ഥ വളരെ ഗുരുതരമാണെന്ന് കേട്ട്. അപ്പൊ അതുകൊണ്ട് ഇതേമാതിരി തന്നെ ഈ തിരക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച ആണെങ്കിൽ ഇവിടെ ഒരു 10-40 ആൾക്കാർ ഇതിന്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടാവും. എന്തുകൊണ്ടാ വെച്ചാൽ റംസാൻ ആയതുകൊണ്ട് തിരക്ക് കൂടും. തിരക്കുമ്പോൾ സാധനം എടുക്കാനും കിറ്റ് എടുക്കാനും റിലീഫിന്റെ ഭാഗമായിട്ട് തിരക്കുകൾ കൂടും. അപ്പൊ ഇതെന്നോ പൊളിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞുപോയി. വിശ്രമിക്കാൻ വരുന്നതാണ്. അല്ലാതെ ഗേറ്റ് പാസ് കൊടുക്കും. ഗേറ്റ് പാസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗേറ്റ് പാസ് അടുക്കി വെക്കേണ്ടി വരും. ഓരോരോ പീടികകൾ അടുക്കി വെക്കണം. അതിനും വേണ്ടിയിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ആ സൈഡിലൊക്കെ വന്നിരിക്കും. അതിന് പെട്ടുപോയതാണ്. കൂടുതൽ ആൾക്കാർ ഇരിക്കുന്നതാണ്.